ഇന്നത്തെ എന്റെ ഡ്യൂട്ടി എവിടെയെന്ന് വെച്ചാല് നമ്മളെ ഓഫീസിൽ തന്നെയാണ്. ഇന്ന് ഓരോരുത്തര് ഓരോ വൈക്കാണ്. നമ്മളെ ഓഫീസിൽ വലിയൊരു ടി വി ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു തകരാറ് മൂലം അത് നിലത്ത് വീണ് പൊട്ടി. വലുതെന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല, 55 ഇഞ്ച്. അപ്പൊ ഇന്ന് അത് പുതിയതൊന്ന് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യലാണ് എന്റെ പരിപാടി. നിസ്ഫലും തൻവീറൊക്കെ വേറെ വേറെ സൈറ്റിലായതുകൊണ്ട് തന്നെ നമ്മളെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വേറൊരാളുണ്ട്, നമ്മളെ സൈമൺ ബായ്. ഓന്റെ കൂടെയാണ് ഇന്ന് പോണത്. ഓഫീസിന്റെ അവിടെ നിന്ന് നമ്മളെ സജാദ് ഖാൻ പിക്ക് ചെയ്യാനുണ്ട്. ടി വി എടുക്കാൻ പോണത് എങ്ങോട്ടെന്ന് വെച്ചാല് നമ്മളെ ബലദിൽക്കാണ്. ബലദിൽ നല്ല വിലക്കുറവിൽ ടി വി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ ജിദ്ദയില് വ്യത്യസ്തമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ബലദ് എന്ന് പറഞ്ഞത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വൈബാണ് അവിടെ. ബലദിലെത്തി ഒന്നും നോക്കില്ല, വലിയ ടി വി തന്നെ അങ്ങോട്ട് വാങ്ങി. ജസ്റ്റ് ഒരു 1000 റിയാലേ. പണ്ട് കാലത്ത് സൗദി അറേബ്യയിൽ ശിക്ഷ നടപ്പാക്കുമ്പോൾ ആ കാണുന്ന പള്ളിയിൽ വെച്ചിട്ടാണല്ലോ തല വെട്ടിയത്. തലവെട്ട് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ ദൂരെ നിന്ന് കണ്ട പരിചയമുള്ളൂ. ഒരിക്കൽ ഞാൻ നല്ലപോലെ പോയി ഒന്ന് കാണണം. ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ വണ്ടി ഒന്ന് വാങ്ങണമെന്നുണ്ട്. ടിവിന്റെ വണ്ണും ഇന്റെ വണ്ണും ഒരേപോലെ, അതുകൊണ്ട് ഞാൻ ടിവിന്റെ കൂടെ തന്നെ ഇരുന്നു. ഓഫീസിന്റെ അവിടെ എത്തി ബേസ്മെന്റിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഓഫീസിലെത്തി. എത്തിയപാടെ സജാദൊക്കെ ചോദിച്ചു, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങല്ലേ എന്ന്. അതിനിപ്പോ എന്താ പോന്നോട്ടേ എന്ന് ഞാനും പറഞ്ഞു. അല്ല, കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ തിന്നുകാണ്ട് നമ്മളെ പണി തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്ന ടിവിന്റെ സ്റ്റാൻഡിന് എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് വീണത്. ഇനി അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അടിപൊളി ടി വി സ്റ്റാൻഡും നമ്മൾ അതിന്റെ കൂടെ വാങ്ങിയത്. മെയിൻ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പനീന്റെ കുറെ സൈറ്റുകളുണ്ട്. അങ്ങനെ ഓരോ സൈറ്റിലുള്ള ക്യാമറകൾ ഓൺലൈൻ വഴി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഓഫീസിൽ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടി വി ഒക്കെ നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ കാണുന്നത് നമ്മൾ ഓഫീസിലെ ക്യാമറയാണ്. ബാക്കി സെറ്റ് ആക്കാൻ കൂടുതൽ പണിയൊന്നും ഇല്ല. അത് കമ്പ്യൂട്ടർ വഴിയാണ് നമ്മൾ കണക്ട് ആക്കുന്നത്. ഫുഡ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ നേരെ ഷർഫിലുള്ള മലയാളി ഹോട്ടലിൽ പോകാന്ന് വിചാരിച്ചു. ഇതാണ് ആ ഹോട്ടൽ. നമ്മൾ അല്ലബീർ ഹോസ്പിറ്റലിന്റെ MRA റെസ്റ്റോറന്റ് അടുത്ത് തന്നെ എടുത്ത് ഞാനും സജാദിക്കും ചോറും കഴിച്ച് നമ്മളെ സൈമൺ ബായ് ബിരിയാണിയും കഴിച്ചു. നമ്മളെ ഓഫീസിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളത്. ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ തിരിച്ചെത്തി. ബാക്കി ഉണ്ടായിരുന്ന പണികളൊക്കെ വേഗം കണ്ട് തീർത്തു വെച്ചു. എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഒരു തലവേദന കണ്ട് വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 4:30 ആയപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ റോഡിൽ ട്രാഫിക് കാരണം നമ്മൾ 7 മണിക്കായിട്ട് പിന്നെ റൂമിലെത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോണത് തന്നെ നല്ലത്. എന്നാലും ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൈമൺ ബായിന്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വീഡിയോയിൽ ഇന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഒടുക്കും എന്നെ കൊണ്ടുപോകില്ല. എനിക്കാണെങ്കിൽ തലവേദന ആവുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിൽ എത്തിയാൽ മതിച്ചിട്ടായിരുന്നു. ഷർഫേന്ന് വരുമ്പോൾ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മൾ റൂമിലെത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ. ഏതായാലും കാര്യമായിട്ടുള്ള തിരക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് കഴിച്ചിലേക്കാണ്. വേഗം റൂമിലെത്തിയിട്ട് വേണം ഒന്ന് മയങ്ങാൻ. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി ഇങ്ങനെ കണ്ട് കഴിഞ്ഞിരിക്കണം. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരണ്ട്.